ഹായ് മക്കളെ, ഫൈസൽ സാറാണ്. ഈ ഒരു തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ നമുക്ക് സോഷ്യൽ സയൻസിൽ A+ വേണ്ടവരാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ നിർബന്ധമായിട്ടും കാണേണ്ടത്. സ്റ്റാർട്ട് മുതൽ എൻഡ് വരെ മസ്റ്റായിട്ട് കാണണം. ഒരിക്കലും ഈ ഒരു വീഡിയോ എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യരുത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മക്കളെ, ഈ കൊല്ലത്തെ ടെക്സ്റ്റ് ബുക്കിൽ പുതിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മക്കൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. 8ാം ക്ലാസ്സിലെ പുതിയൊരു സിലബസിലേക്ക്, പുതിയൊരു പാറ്റേണുകളിലേക്ക് മാറിയിട്ടുണ്ട്. 8 മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഹൈസ്കൂൾ സെഷനിലേക്ക് മാത്രം പറയുകയാണെങ്കിൽ 10ാം ക്ലാസ്സിലെയും മാറിയിട്ടുണ്ട്. ഈ 10ാം ക്ലാസ്സിലെയും 8ാം ക്ലാസ്സിലെയും എല്ലാം സമഗ്രയിലേക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മളൊന്ന് ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് അതിലെ ചോദ്യങ്ങളുടെ പാറ്റേണുകളിൽ ഭയങ്കരമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പതിവ് രീതികളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ, പതിവ് രീതിയിൽ ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഭ്രമണം പറയുന്നു, റൊട്ടേഷൻ പറയുന്നു, റവല്യൂഷൻ പറയുന്നു, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത് പഴയ രീതിയിലാണെങ്കിൽ ചോദ്യങ്ങൾ വരെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എന്താണ് ഭ്രമണം, ഭ്രമണം വിശദീകരിക്കുക, റൊട്ടേഷനെ എക്സ്പ്ലെയിൻ ചെയ്യുക, ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് വേണ്ട സമയം എത്രയാണ് എക്സ്പ്ലെയിൻ ചെയ്യുക, അങ്ങനെയുള്ള ഡയറക്റ്റ് ചോദ്യങ്ങളായിരുന്നു. അതിൻ്റെ ഉത്തരങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് കിട്ടുമായിരുന്നു. പക്ഷേ ഈ കൊല്ലത്തെ ചോദ്യങ്ങളുടെ പാറ്റേണുകൾ വളരെ വലിയ മാറ്റങ്ങളാണുള്ളത്. ഒന്നെങ്കിലും ഒരു പ്രാക്ടിക്കൽ ലെവൽ ചോദ്യങ്ങൾ വെച്ചുകൊണ്ട്, അല്ല എങ്കിൽ ആ ഒരു ക്വസ്റ്റ്യനെ ഒന്നും കൂടെ വളച്ചൊടിച്ചുകൊണ്ടൊക്കെയാണ് നമ്മുടെ ചോദ്യങ്ങൾ കാണുന്നത്. പലപ്പോഴും മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യനുകൾ നമുക്കറിയാവുന്നതാണ്. മാത്സ് നമ്മൾ 4 ഓപ്ഷനുകൾ തന്നിട്ട് മാച്ച് ചെയ്യാനുള്ള ഓപ്ഷനുകളൊക്കെ നമുക്ക് വരാറുണ്ട്. ഈ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യനുകളിലൊക്കെ എപ്പോഴും ഉണ്ടാവാറുള്ളത് 4 മാർക്കൊക്കെയാണ് നമുക്ക് തരാറുള്ളത്. പക്ഷേ അതിലും മാറ്റം വന്നുകൊണ്ട് ഒരു മാച്ച് ദ ഫോളോയിങ് ഫുള്ളി നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ അതിൽ 1 മാർക്ക് കിട്ടുന്ന രീതിയിലേക്കൊക്കെ ചോദ്യങ്ങളുടെ പാറ്റേണുകൾ മാറിയിട്ടുണ്ട്. ഇങ്ങനെ വരുന്നൊരു സമയത്ത് നമ്മൾക്ക് എങ്ങനെയാണ് മക്കളെ A+ കിട്ടുക? A+ കിട്ടണമെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ പഠിക്കേണ്ടത് ചോദ്യങ്ങളും ഉത്തരങ്ങളുമല്ല, അതിന് പകരമായിട്ട് നന്നായിട്ട് സബ്ജക്റ്റിനെയാണ് പഠിക്കേണ്ടത്, കോണ്ടന്റിനെയാണ് പഠിക്കേണ്ടത്, കോൺസെപ്റ്റുകളെയാണ് പഠിക്കേണ്ടത്. ഒരു ഏരിയ പഠിക്കുന്ന സമയത്ത് ആ ഒരു ഏരിയ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രമേ അടുത്ത ഏരിയയിലേക്ക് നിങ്ങൾ മൂവ് ചെയ്യാൻ പാടുള്ളൂ. പകരം പഴയ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പലതും കാണാപ്പാഠം പഠിച്ചിട്ട് ബൈഹാർട്ട് ചെയ്തിട്ട് നമ്മൾ എക്സാമിനേഷന് പോവുകയാണെങ്കിൽ ഐ എം ഡാം ഷുവർ A+ നിങ്ങൾക്ക് കിട്ടില്ല. അത് ഉറപ്പാണ്. നിങ്ങൾ സബ്ജക്റ്റിനെ അറിയണം. അപ്പോൾ നമ്മൾ പഠിക്കേണ്ട പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇനി മുതൽ നമ്മൾ വായിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഉദാഹരണത്തിന് നമ്മളൊരു റൊട്ടേഷൻ പഠിക്കുകയാണ്, ഭ്രമണം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഭ്രമണം എന്ന് പറയുന്നത് എർത്ത് സ്പിന്നിങ് ഓൺ ഇറ്റ്സ് ഓൺ ആക്സിസ്, ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതിനെ വിളിക്കുന്ന പേരാണ് റൊട്ടേഷൻ എന്ന് പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് 24 മണിക്കൂർ വേണമെന്നും, ഈ 24 മണിക്കൂറിൻ്റെ ഉള്ളിലാണ് രാത്രിയും പകലും ഉണ്ടാവുന്നത് എന്നും, അതുപോലെ തന്നെ രാത്രിയും പകലിനെയും വേർതിരിക്കുന്ന ലൈനിനെ വിളിക്കുന്ന പേരാണ് സർക്കിൾ ഓഫ് ഇല്ലുമിനേഷൻ എന്ന് പറയുന്ന പ്രകാശവൃത്തം എന്നുള്ളതും ഒരുമിച്ചിട്ട് വേണം നമ്മൾ പഠിക്കാൻ വേണ്ടി. ഇതിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോന്നും നമ്മൾ ബൈഹാർട്ട് ചെയ്യുകയാണെങ്കിൽ അത് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം വന്നാൽ നമുക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റൂല. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യണം, ഓരോ ടോപ്പിക്കുകളും ഓരോ കോൺസെപ്റ്റുകളെയും കണക്ട് ചെയ്തുകൊണ്ട് അവ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ മനസ്സിലാക്കിയിട്ട് പഠിക്കും. അപ്പോൾ എന്ത് ചെയ്യും, ചോദ്യം എത്ര കൺഫ്യൂസിങ് ആയിട്ട് വന്നാലും, ചോദ്യം എത്ര ഡൗട്ട്ഫുൾ ആയിട്ട് വന്നാലും, എങ്ങനെ തല തിരിച്ചു വന്നാലും നമുക്കവിടെ ഉത്തരം എഴുതാൻ പറ്റും. സോ അതുകൊണ്ടാണ് ഈ വീഡിയോ തുടങ്ങുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേടാ, A+ വേണ്ടവരാണിത് കാണേണ്ടതെന്നുള്ളത്. മേ ബി ജയിക്കാൻ മാർക്ക് വേണ്ട മക്കളാണെന്നുണ്ടെങ്കിൽ, ജസ്റ്റ് ജയിച്ചാൽ മാത്രം മതി എന്ന് തോന്നുന്ന മക്കളാണെങ്കിൽ നിങ്ങൾക്കതൊന്നും പ്രശ്നമല്ല. ജയിക്കേണ്ട ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 4-5 ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഓപ്പൺ ക്വസ്റ്റ്യൻസുകൾ ഉണ്ടായിരിക്കും, അതിന് ആൻസേഴ്സുകൾ എഴുതി വെച്ചാൽ നിങ്ങൾ ജയിക്കുമായിരിക്കാം. പക്ഷേ ജയിച്ചിട്ട് എന്ത് കിട്ടാനാ എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ, അത് വളരെ സത്യമാണ്. NMMS എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഓണം എക്സാമിനേഷന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. നിങ്ങൾ ഈ ഓണം എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്താൽ NMMS എക്സാമിനേഷൻ നിങ്ങൾക്ക് ഭയങ്കര ഈസി ആയിട്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റുമെന്നുള്ളത് അതിൻ്റെ ഒരു ബെനിഫിറ്റ് ആയിട്ട് നിങ്ങൾ കണ്ടു നോക്കിക്കേ. അപ്പോൾ എന്ത് ചെയ്യാണ്, നിങ്ങൾ ഈ ഓണം എക്സാമിനേഷൻ നന്നായിട്ട് പഠിക്കുന്നു, അതിനുവേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നു, അതിലുള്ള കോൺസെപ്റ്റുകൾ നന്ന വൃത്തിയിൽ നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നത്. NMMSന് വേണ്ടിയിട്ട് നിങ്ങൾ വളരെയധികം റിസ്ക് എടുക്കേണ്ടി വരില്ല. സോ ഇവിടെ നിങ്ങൾ A+ നേടുക. അവിടെ നിങ്ങൾ A+ നേടിയാൽ നിങ്ങൾക്ക് ഒന്നും കൂടെ കോൺഫിഡൻ്റ് ആയിട്ട് NMMSന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അപ്പിയർ ചെയ്യാൻ പറ്റുന്നതാണ്. സോ മക്കളെ, നന്നായിട്ട് പഠിക്കുക. ഞാൻ വീണ്ടും പറയാണ്, അവിടുത്തെ കാര്യമെന്ന് പറയുന്നത് പഠിക്കുന്ന സമയത്തെ ചോദ്യങ്ങളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്, ആൻസേഴ്സുകളും ചോദ്യങ്ങളും കാണാപ്പാഠം പഠിച്ചിട്ട് പോകരുത്. പകരം കോൺസെപ്റ്റുകളെ പഠിച്ചുകൊണ്ട്, സബ്ജക്റ്റിനെ മനസ്സിലാക്കിക്കൊണ്ട്, കോണ്ടന്റിനെ കൃത്യമായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് എടുത്തുകൊണ്ട് നിങ്ങൾ പഠിക്കുക. അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് A+ സ്കോർ ചെയ്യാൻ പറ്റും. നന്നായിട്ട് പഠിക്കടാ. ഓണപരീക്ഷയിൽ നമുക്ക് എല്ലാവർക്കും A+ നേടണം. അതിനു വേണ്ടിയിട്ട് മുഴുവൻ പ്ലാനുമായിട്ട് നമ്മുടെ മാരത്തോണെല്ലാം നമ്മൾ ഇവിടെ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. മാരത്തോണുകളൊന്നും മിസ്സാക്കേണ്ട, മോർണിംഗ് ബൂസ്റ്ററുകൾ എല്ലാം തന്നെ നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓൾ ദ ബെസ്റ്റ് മൈ ഡിയേഴ്സ്.